അല്ലെങ്കിൽ സാലറി ആയിട്ട് വേണ്ട. രാജുവിന് അതിന്റെ ഒരു വീതം ലഭിക്കില്ലേ? പിന്നെ എന്നെ വിവാഹം കഴിക്കുന്നതോടെ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ രാജുവിനെ ഏൽപ്പിക്കാൻ അച്ഛനും താല്പര്യമുണ്ട്. അച്ഛനത് രാജുവിനോട് മുൻപ് പറഞ്ഞിട്ടുള്ളതാ. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോഴും വർമ്മ സാറിന്റെ അടുത്തുനിന്ന് വരാൻ പറ്റില്ല, സാറിന്റെ ഒപ്പം നിന്ന് ജോലി ചെയ്യണമെന്നൊക്കെയായിരുന്നു രാജു പറഞ്ഞ റീസൺസ്. സാറ് രാജുവിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ആണോ രാജു? അങ്ങനെയാണോ? വർമ്മ സാറേ, രമ്യ പറഞ്ഞതുപോലെ രമ്യയുടെ അച്ഛൻ എനിക്ക് അങ്ങനെയുള്ള ഓഫറുകൾ തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം നീ എന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ടാണോ രാജു? വർമ്മ സാറേ, എനിക്ക് വേറൊരു ജോലിയോ ബിസിനസ്സോ അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ ഒരു താല്പര്യമില്ല. എനിക്കിഷ്ടം സാറിന്റെ പി ആയിട്ട് സാറിന്റെ കൂടെ നിൽക്കുന്നതാ. അത് സാറിനും അറിയാവുന്ന കാര്യമല്ലേ? ജീവിതമാകുമ്പോ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ നിനക്ക് നിന്റെ ഭാവി നോക്കണ്ട രാജു. വർമ്മ സാറേ, എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് വർമ്മ സാറാ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ രാജു? നിനക്ക് നിന്റേതായ ജീവിതമുണ്ട്, ഭാവിയുണ്ട്. എന്നും എന്റെ പി ആയി തുടരാന്ന് വിചാരിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം നാളെ ചിലപ്പോ എന്റെ മന്ത്രിസ്ഥാനം നഷ്ടമായേക്കാം. അപ്പൊ നീ എന്ത് ചെയ്യും? അപ്പോഴും എനിക്കിവിടെ ചെയ്യാനുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാറേ. അതിന് വർമ്മ സാറ് പറയുന്നത് പോലെ ഇലക്ഷൻ ഒന്നും തോക്കാൻ പോകുന്നില്ല. മുൻപോട്ട് അടുത്ത ആഭ്യന്തരമന്ത്രി, അതിനുശേഷം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സാറ് തന്നെ ആയിരിക്കും. അതെനിക്ക് ഉറപ്പാ. രാജു, അതൊക്കെ ശരിയായിരിക്കാം. ചിലപ്പോ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞാൻ തന്നെ ഇല്ലെങ്കിലോ? സാറേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? മനുഷ്യന്റെ കാര്യമല്ലേ? ഗ്യാരണ്ടിയും വാരണ്ടിയും ഇല്ലാത്തൊരു ജീവിതമാണല്ലോ മനുഷ്യന്റേത്. സാറേ, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കടുത്ത വാക്കുകളൊന്നും പറയല്ലേ പ്ലീസ്. രാജു, കമോൺ, മൂവ് ഓൺ. ജീവിതമാണ്. നീ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം ഉണ്ടായി ഒരു കുടുംബമായി കാണണമെന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിച്ചിട്ടില്ല സാറേ. സർ, ഇതാണ് പ്രശ്നം. ഞാൻ എപ്പോ രാജുവിനോട് വിവാഹത്തെ പറ്റി സംസാരിച്ചാലും രാജു ഇത് പറഞ്ഞ് ഒഴിവായി കളയും. കുറച്ചു കാലം മുൻപ് വരെ ഈ ഋതികയുടെ കാര്യമായിരുന്നു. ഇപ്പോ ഋതിക രാജുവിന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. പിന്നെ രാജു എന്താ ഇങ്ങനെ വിവാഹം വേണ്ടാന്ന് പറയുന്നതിന്റെ കാരണം? രാജുവിനും പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാനെന്തായാലും എന്റെ മനസ്സിലെ കാര്യം പറഞ്ഞു വെച്ചു. രാജു കേൾക്കൂ. സാറ് പറഞ്ഞ രാജു രമ്യയെ വിവാഹം കഴിക്കും. അതെങ്ങനെയാ ഞാൻ പറഞ്ഞിട്ട് ഒരാളെ വിവാഹം കഴിക്കുന്നത്? ഞാൻ എന്റെ മകളെ വിവാഹം കഴിക്കാൻ അവനോട് പറഞ്ഞതാണല്ലോ. എന്നിട്ട് അവൻ ചെയ്തോ? പിന്നെ ഞാൻ പറഞ്ഞ രമ്യ അവൻ വിവാഹം കഴിക്കോ? വിവാഹം കഴിക്കോ രാജു? രാജു, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ.
നിനക്ക് ഈ രമ്യ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? രാജു പറയേ. രാജു ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞ നമ്മുടെ വിവാഹം നടക്കും. രാജുവിന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. രാജുവിന് പുതിയൊരു ജീവിതം തുടങ്ങാം. ഏയ് രമ്യേ, അവനെ നിർബന്ധിക്കണ്ട. ഞാൻ അവനോട് സംസാരിക്കല്ലേ. രാജു, ഞാൻ പറയുന്നു, രമ്യ നീ വിവാഹം കഴിക്കണം. സാറ് പറഞ്ഞ സാറ് പറഞ്ഞാൽ ആ കണ്ടില്ലേ സർ, സാറ് പറഞ്ഞ രാജു സമ്മതിക്കും. എനിക്കത് അറിയായിരുന്നു. എനിക്ക് അവനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ രാജുവിന്റെ അച്ഛനും അമ്മയായിട്ട് സംസാരിക്കുക. അവർക്കും കൂടെ സമ്മതമാണെങ്കിൽ ഇത് നടക്കട്ടെ. പ്രതാപ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? ചേച്ചിക്ക് എന്താ ഇനി പറയാനുള്ളത്? എനിക്ക് ഈ കാര്യത്തെക്കുറിച്ചല്ല പറയാനുള്ളത്. കാവിലെ ഉത്സവം നടക്കുന്നതിന് മുൻപ് ഞാൻ നിന്നോട് രാജുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നീ അത് ഓർക്കുന്നുണ്ടോ? പ്രതാപ, നിനക്കറിയില്ല, എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ലക്ഷ്യം കണ്ടുകൊണ്ടാ അവൻ ഋതികയെ വശീകരിച്ച് വിവാഹം കഴിച്ച് നിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയതെങ്കിലും നീ അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്. ഇല്ല ചേച്ചി, രാജു അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് രാജുവിനെ പരിപൂർണമായ വിശ്വാസമാണ്. അവൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. പ്രതാപ, നീ ഇത് മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. അംബികയാ പറയുന്നേ, നിന്റെ ചേച്ചിയാ പറയുന്നേ. എല്ലാം കൈവിട്ട് പോയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതെ, സംസാരിച്ചിരുന്നു. അന്ന് ഞാനേ നിന്നോട് പറഞ്ഞിരുന്നു, രാജു എങ്ങനെയാണെന്നുള്ള നിന്റെ കണക്ക് കൂട്ടലുകളിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ച ഞാൻ പറയുന്ന ഒരു കാര്യം നീ സമ്മതിക്കണമെന്ന്. അതെ, ശരിയാ, പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പൊ നിന്നോട് ആവശ്യപ്പെടുകയാ പ്രതാപ, മുടങ്ങിപ്പോയ ഋതികയുടെയും ദീപകിന്റെയും വിവാഹം അത് നടത്തണം. പ്രതാപ, കൂടുതലൊന്നും ആലോചിക്കാനില്ല. നീ എനിക്ക് തന്ന വാക്കാണിത്. അത് നീ പാലിച്ചേ മതിയാവൂ.
അനുഗ്രഹിക്കണം. സാർ, ഞങ്ങൾ ഇറങ്ങുവാ. നന്ദിയുണ്ട്. ശരി. വടി. സാറേ, ഞാനിന്ന് ഓഡിറ്ററെ കാണാൻ ഇറങ്ങട്ടെ. രാജു, എന്റെ മുറിയിൽ ഇൻകം ടാക്സ് ഫയലും റിപ്പോർട്ടുകളും ഉണ്ട്. അതും കൂടെ എടുത്ത് നീ ഓഡിറ്ററെ കാണാൻ പോയാൽ മതി. ശരി സാർ. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? എന്താ ശര? അല്ല, ചേട്ടൻ രാജുവിന്റെയും രമ്യയുടെയും കാര്യത്തിലും ഋതികയുടെ കാര്യത്തിലും ഇങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുത്തത്? ശര, ഇതുവരെ നടന്നതൊക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ ആയിരുന്നോ? അല്ല ചേട്ടാ, ആഗ്രഹത്തിന് വിപരീതമായി ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് പെട്ടെന്ന് അവനോട് എന്ത് പറയണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ചേച്ചിക്ക് ഞാൻ കൊടുത്ത വാക്കാ ചേച്ചി ചോദിച്ചു വാങ്ങിക്കൊണ്ടു പോയത്. ചേട്ടാ, അത് അബദ്ധമായിപ്പോയി. ദീപകിന്റെ സ്വഭാവം ചേട്ടൻ അറിയാവുന്നതല്ലേ? എനിക്കറിയില്ല ശര. കാൽ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥ എന്റേത്. വാക്കൊടുത്ത പാലിസല്ലേ പറ്റൂ. യാമിനി മേഡം, മാഡത്തിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അപ്പോ രാജുവിനറിയാം. പക്ഷേ രാജുവിന് ഞാൻ പറയാൻ പോകുന്ന കേൾക്കാൻ മനസ്സിലല്ലേ? മാഡം, ഋതിക മാഡത്തിന്റെ കാര്യത്തില് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? രാജു കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്? രാജുവിന്റെ വിവാഹം ഉറപ്പിക്കുന്നു, ഋതികയും ദീപക്കുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ എന്ത് ചെയ്യാനാണ് മാഡം? ഒന്നും എന്റെ കയ്യിലല്ലല്ലോ. രാജു എന്തിനാ ഇങ്ങനെ നിസ്സഹായനാവുന്നത്? രാജുവിനൊന്ന് ആലോചിച്ച് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയില്ലേ? രാജു ഒരു തീരുമാനം എടുത്താ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ മാഡം? രാജു, ഇതിനെങ്ങനെ നിസ്സാരായി കാണരുത്. ഒരു തവണ ദീപകിന്റെ കൈപ്പിടിയിൽ നിന്നും ഋതുമോളുടെ ജീവിതം രാജു രക്ഷപ്പെടുത്തിയപ്പോ ഞാൻ ഒരുപാട് സമാധാനിച്ചു. ഋതുമോളുടെ ജീവിതം ഇനി നന്നാവുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. രാജു ഋതുവിനെ വിവാഹം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ എന്റെ ആ വിശ്വാസം എല്ലാം തകർന്നു. ഇപ്പൊ നിങ്ങളുടെ ഈ ജീവിതം ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളുടെ ജീവിതോ? അതെ രാജു, ഇത് നിങ്ങളുടെ ജീവിതാ. രാജുവിന്റെ ഋതികയുടെയും ജീവിതം. രാജു ഒന്ന് അങ്ങനെ ചിന്തിച്ചു നോക്ക്. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല മാഡം. പ്ലീസ്, എന്നോട് ഇക്കാര്യം പറയരുത്. രാജു, ഒരിക്കലും ദീപക്കുമായുള്ള ഋതികയുടെ വിവാഹം നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ രാജു രമ്യ വിവാഹം കഴിക്കുകയല്ല വേണ്ടത്. യാമിനി മാഡം, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ചെറുപ്പം മുതല് എന്റെ ജീവിതം ഞാൻ തീരുമാനിച്ച ദിശയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ഒഴുക്കിനാ എന്റെ ജീവിതവും. എനിക്കതിപ്പോ ശീലമായി. രാജു വിചാരിച്ച എല്ലാം രാജുവിന്റെ കയ്യിലേക്ക് എന്നെ തിരിച്ചു വരും. രാജു അതിന് മനസ്സ് വെക്കണം. മനസ്സ് വെച്ചേ പറ്റൂ. ഞാനത് ഋതുമോളുടെ ജീവിതം മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. രാജു എനിക്ക് എന്റെ അനിയനെ പോലെയാ. രാജുവിന്റെ ഭാവിയുടെ കാര്യത്തില് എനിക്കും ഒരല്പം ആശങ്കയുണ്ടെന്ന് കൂട്ടിക്കോ. ശരിക്കും ഒന്നാവേണ്ടത് രാജു രമ്യല്ല, ഋതികയും ദീപക്കും അല്ല. രാജു ഋതികയാ. അതൊരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല മാഡം. രാജു, ഇല്ല മാഡം, എനിക്കതിനെ കുറിച്ച് പ്ലീസ്, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ചെറിയമ്മേ,
ഋതുമോൾ ഇവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ചെറിയമ്മ രാജുവിനോട് സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. എന്താ ചെറിയമ്മ എന്റെ വിധി ഇങ്ങനായി പോയത്? മോളെ, ചെറിയമ്മെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. എനിക്ക് വേണ്ടി സംസാരിക്കാനെങ്കിലും ഒരാളുണ്ടല്ലോ. അതോർക്കുമ്പോ എനിക്ക് ആശ്വാസമുണ്ട് ചെറിയമ്മ. ഋതുമോളെ, നീ വിഷമിക്കണ്ട. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അംബിക ചേച്ചിയുടെ ദുരുദ്ദേശം പോലെ ദീപക്കുമായിട്ടുള്ള വിവാഹം നടക്കില്ല. ചെറിയമ്മ പറയുന്നത്. ഇല്ല ചെറിയമ്മ, എന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. രാജു പറഞ്ഞതുപോലെ ഇനി ഒഴുക്കിനൊത്ത് ജീവിതം പോട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു. മോളെ, നീ അങ്ങനൊന്നും ചിന്തിക്കല്ലേ. അങ്ങനൊന്നല്ല. നീ പ്രതീക്ഷ കൈവിടണ്ട. ദൈവമല്ലേ നമ്മുടെ കൂടെ. അത് ചെറിയമ്മ, എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും എന്റെ ഒപ്പം നിന്നതും രാജുവാ. ആ രാജു വരെ എന്നെ ചതിച്ചു. എനിക്കിപ്പോ വലിയ പ്രതീക്ഷയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. ദൈവമില്ലേ മോളെ? ദൈവോ? അങ്ങനൊരു വിശ്വാസവും പ്രതീക്ഷയെല്ലാം ഋതികയുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടില്ല. അമ്മേ, അമ്മേ, എന്താടാ, സന്തോഷായില്ലേ നിനക്ക്? പിന്നെ സന്തോഷാവാതെ? അമ്മ എത്ര ഈസി ആയിട്ടാ അമ്മാവനെ കൊണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ലേടാ നിന്നോട്, നമ്മള് കഷ്ടപ്പെടുന്നതിനൊക്കെ ഫലം ഉണ്ടാവുന്നൊരു ദിവസം ഉണ്ടാവുമെന്ന്? അതെ, നമ്മുടെ നല്ല കാലം തുടങ്ങിയടാ മോനെ. ഈ നല്ല കാലത്തിനായാലും ചീത്ത കാലത്തിനായാലും തമ്മിലൊരു സാമ്യമുണ്ട്. ആണോ? അതെന്താന്ന് നിനക്കറിയോ? ഇല്ലമ്മേ. രണ്ടും വരാൻ ഇത്തിരി താമസിച്ചാലും വന്നു കഴിഞ്ഞാലേ അതിങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ കുറച്ച് നാളത്തേക്കുണ്ടാവും. ഇപ്പോഴേ നമ്മുടെ നല്ല കാലം തുടങ്ങിയിരിക്കുക. അവളുടെ ആ ഋതികയുടെ ചീത്ത കാലവും. ഇതാ നമ്മുടെ സമയം. ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാതെ ബുദ്ധിപൂർവം നീങ്ങിയ പെണ്ണും അതിനൊപ്പം പൊന്നും ആസ്തിയും പുഷ്പം പോലെ നമ്മുടെ കയ്യിലേക്ക് വരും. ഇത്രയ്ക്ക് സന്തോഷമുള്ള ഒരു സിറ്റുവേഷനിലും അമ്മ വെറുതെ നിന്ന് ഉപദേശിച്ച് ബോറടിപ്പിക്കാന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഏയ് ഇല്ലമ്മേ. എന്നും അമ്മ പറയുന്ന കേൾക്കുമ്പോഴല്ലേ എനിക്ക് നല്ലതുണ്ടായിട്ടുള്ളൂ. ഇനി നമ്മള് വളരെ ശ്രദ്ധിച്ച് ഓരോ ചുവടും മുന്നോട്ട് വെക്കണം. പഴയതുപോലെ അല്ല. ആ ശേഖരനും യാമിനിക്കും കുറച്ച് തണ്ടു കൂടിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് പോലും നിന്റെയും ഋതികയുടെയും വിവാഹം മുടക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. മനസ്സിലായമ്മേ. എല്ലാം മുൻകൂട്ടി കണ്ട് ശ്രദ്ധിച്ച് ചുവട് വെച്ചാലേ എന്റെ ഋതികയുടെ വിവാഹം നടക്കുമെന്നല്ലേ അമ്മ പറഞ്ഞു വരുന്നത്? അമ്മ അമ്മയുടെ ബുദ്ധി ഉപയോഗിച്ച് എന്റെ ഋതികയുടെ വിവാഹത്തിന് അമ്മാനെ കൊണ്ട് സമ്മതം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു പിഴവും വരാതെ ഞാൻ എന്റെ വിവാഹം നടത്തിയിരിക്കും. അമ്മാവന്റെ സർവ്വ സ്വത്തുക്കളും അമ്മയുടെ കാൽച്ചൂട്ടിൽ ഞാൻ വച്ചു തന്നിരിക്കും. ഇത് ദീപകിന്റെ വാക്കാ, അമ്മയുടെ മകന്റെ വാക്ക്. മിടുക്കൻ. അവനെ ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? രാജുവിനെയോ? സകലമാന സ്വത്തുക്കളും കയ്യിലേക്ക് വന്നിട്ടും അത് തട്ടിയെറിഞ്ഞ മണ്ടൻ. പക്ഷേ അവൻ പ്രതാപന്റെ വിശ്വാസം പിന്നെയും കാത്തു. മകളെ വേണമെങ്കിൽ രാജുവിന് വിവാഹം കഴിപ്പിച്ച് കൊടുത്തേക്കാമെന്ന് ചിന്തിക്കാൻ മാത്രം വലിയൊരു സ്ഥാനം
അവൻ പ്രതാപന്റെ മനസ്സിലുണ്ടാക്കി. രാജുവിനി അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ട കാലമായിരിക്കണം. എല്ലാവരുടെയും മുന്നിലൂടെ ഈ വീട്ടിലിട്ട് നാണം കെടുത്തി അവസാനം ഇവിടെ നിന്ന് അവൻ സ്വയം ഇറങ്ങിപ്പോണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഈ അമ്മ നിനക്ക് പറഞ്ഞു തരാം. ശരിയമ്മേ. പ്രതാപന്റെ മനസ്സിൽ അവൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിശ്വസ്തത അത് നമുക്കില്ലാതാക്കണം. പിന്നെ പതിയെ പതിയെ പ്രതാപൻ അവനെ മറന്നോളും, വെറുത്തോളും. അമ്മാവനെ അങ്ങനെ അവനെ വെറുക്കും അമ്മേ? സ്വന്തം ജീവനേക്കാളും അവൻ സ്നേഹിച്ചിരുന്ന അവന്റെ ഭാര്യയെ ഇന്ന് ഏറ്റവും കൂടുതൽ അവൻ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാനാ. ഹ, എനിക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോടാ? ദീപകേ, നീ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് ജിമ്മിലൊക്കെ പോയി നല്ല വ്യായാമമൊക്കെ എടുത്ത് മനസ്സും ശരീരവും ഒരു പോരാട്ടത്തിന് വേണ്ടി പുഷ്ടിപ്പെടുത്തിക്കോ. അതെന്തിനാ അമ്മേ? നീയും ഋതികയുമായുള്ള വിവാഹം കഴിഞ്ഞ ചിലപ്പോ ഇവിടെ ഒരു യുദ്ധം നടക്കും.